നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി ഇനി എന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഫ്രണ്ട്ലി മത്സരം നേരത്തെ തന്നെ ഇന്റർ മയാമി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ അതിനായിട്ടുള്ള വർക്കും ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ മുതൽ അവരതിനുള്ള 2025 സീസൺ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാനുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ദിവങ്ങളെല്ലാം എത്തി ഇന്നലെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയരായി. പുതിയ സീസണിന് മുന്നോടിയായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റിന് വിധേയരായി. ഹവിയർ മഷ്റാനോയുടെ കീഴിലാണ് ഇനിയുള്ള മത്സരങ്ങൾ. അദ്ദേഹമാണ് അവരുടെ കോച്ച്. 2025 സീസൺ ഇന്റർ മയാമിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇൻവിറ്റേഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഹോസ്റ്റ് എന്ന നിലയിൽ അവർ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നു. ഉദ്ഘാടന മത്സരത്തിൽ കളിക്കേണ്ട ടീമും അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സീസൺ, അതിനുവേണ്ടി മികച്ച രൂപത്തിലുള്ളൊരു പ്രീ സീസൺ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് ലോകം മുഴുവൻ കറങ്ങുന്ന രൂപത്തിലുള്ളൊരു പ്രീ സീസണായി പോയി. അത് ടീമിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് അവരുടെ ഉടമ ഹോർഗെ മാസ് തന്നെ പിന്നീട് സമ്മതിക്കുന്ന കാഴ്ചയുണ്ട്. ഇത്തവണ എന്തായാലും ആദ്യ പ്രീ സീസൺ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി 18-നാണ്. ലാസ് വേഗാസിൽ വെച്ചിട്ടാണ് ആ മത്സരം. ജനുവരി 18-ന് ക്ലബ്ബ് അമേരിക്കയുമായിട്ട്, മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള ക്ലബ്ബ് അമേരിക്കയുമായിട്ട് ഇന്റർ മയാമി കളിക്കുന്നു. പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് ജനുവരി 19 ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 8:30-നാണ് ആ മത്സരം ആരംഭിക്കുന്നത്. ഏതായാലും ആ മത്സരത്തിനും തുടർന്നുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾക്കും ഒക്കെയായിട്ട് ഇന്റർ മയാമി ഇപ്പോൾ അവരുടെ പരിശീലനം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രൂപത്തിൽ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിപ്പാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.